എന്തൊരു നീണ്ട ഉറക്കമായിരുന്നു. ഹെൽമെറ്റ് എണീറ്റില്ലേ? ഫ്രണ്ട് ഹെൽമെറ്റ് ഞാൻ അപ്ലൈ ചെയ്യിച്ചു. ഇന്ന് ഓണല്ലേ, അത് മറന്നുപോയി. അയ്യോ, ഞാനത് മറന്നുപോയി. സന്ധ്യക്ക് സാധനങ്ങൾ കഴിക്കുമ്പോ നമുക്ക് കൂടി പോകാലോ. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ ശരിയാ, അവൾ എണീച്ചില്ലേ? ആ പിങ്കി ചെരുപ്പ്. അങ്ങനെ നമുക്ക് അവളെ വിളിച്ചിട്ട് കടയിൽ പോകാലോ. അവളെ എണീറ്റല്ലോ. അവളൊക്കെ ഉറങ്ങിയാണല്ലേ? നോക്കി, അവള് ഉറങ്ങിയ. പക്ഷെ ഞാൻ മറന്നു. ഞാൻ ആരോ എണീറ്റിക്കണ കണ്ടു. മടുത്തിപ്പാറ ആണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആരോ എണീറ്റിക്കണ പോലെ കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാ. അവള് നമുക്ക് അവളെ എണീറ്റിക്കാം. നമുക്ക് പോവണ്ടേ സദ്യ വാങ്ങാൻ? ഇതിപ്പോ ഇവരൊന്നും എണീറ്റില്ലേ? എണീറ്റു. ഇന്ന് ഓണമാണ്, അതറിയോ? ഇന്ന് ഓണമാണ്. മറന്നുപോയി. അശോ, ഞാനിവിടെ മറന്നുപോയി. എവിടെയെങ്കിലും പോകുമ്പോ ചെലപ്പോ ഇവള് വരാൻ സാധ്യതയില്ല. ആ ചിന്നുകുട്ടി വരൂല. ചിന്നുകുട്ടിയുടെ ഹെൽമെറ്റാ ഇത്. അപ്പൊ നമ്മള് രണ്ടുപേരും, നീയും വരാൻ സാധ്യതയില്ല. ചിന്നുകുട്ടിയുടെ ചെരുപ്പല്ലേ. ഞാൻ മാത്രം പോവാനേ സാധ്യതയുള്ളൂ. ഞാൻ മാത്രമേ പോവാൻ സാധ്യതയുള്ളൂ. ആ ചിന്നുകുട്ടി ഉണ്ടല്ലോ, ചിലപ്പോ നിങ്ങൾ എന്തായാലും ഉണ്ടാവും. ആ ചിന്നുകുട്ടി ഉറക്കുപ്രാൻ ചെയ്താലും ചിലപ്പോ എണീറ്റിട്ടുണ്ടാവില്ല. നമുക്ക് വേഗം പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നാലോ? നമ്മളെങ്ങനെ പോവാനാ? നമുക്ക് ജീവനുണ്ടെന്ന് ആൾക്കാരറിഞ്ഞാൽ പേടിച്ചു. അപ്പൊ ചിന്നുകുട്ടിയുടെ അച്ഛൻ പേടിച്ചൂലേ നമുക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു? അറിയാൻ പോയപ്പോ ആരും എണീച്ചിട്ടില്ലല്ലോ ഇവിടെ. ഓക്കെ, ഞാനില്ല. എനിക്കിങ്ങ് പോകാൻ പറ്റൂല. എന്നെ ആരെങ്കിലും അശോ, അത് പറഞ്ഞ ശരിയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവളെ കൊണ്ടുപോകണ്ടേ? ശരിയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. 2 പേരുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരാളുടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒളിച്ചു കൊണ്ടുപോയാലോ? അതില്ലേ, ഇത് ചിന്നുകുട്ടിയുടെ അച്ഛന്റെ അല്ലേ? നമ്മുടെ അച്ഛൻ ഇടണ ചെരുപ്പിനോട് പറയാം എങ്ങനെയെങ്കിലും അത് ചെരുപ്പ് ഇടാണ്ട് ചൊറിയിപ്പിക്കണോന്ന് കാല്. അപ്പൊ അച്ഛന് ഷൂ മാത്രല്ലേ വേറെ ഉള്ളൂ. അപ്പൊ ഷൂ എടുത്തിടൂലേ? അപ്പൊ നമുക്ക് പോവണ്ടേ? ഞാൻ പറയട്ടെ, അപ്പൊ ആരും എണീച്ചില്ല. നമുക്ക് ഇപ്പൊ പോയിട്ട് വാങ്ങാറ് നല്ലത്. പോയിട്ട് ആ ചെരുപ്പിന്റെ മുകളിൽ നമുക്ക് എന്താ ഉറുമ്പിനെ കൊണ്ടുപോയിടാം. നമുക്ക് അത് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഉറങ്ങല്ലേ? സോറി കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്തൊരു കഷ്ടം. ഇനി അവരൊന്നും എന്നൊന്നും ചെയ്യൂലല്ലോ. നിങ്ങൾ ആകെ ഷൂസിനെ മാത്രം നോക്കുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഇടണേ. എടുക്കണ്ടേ കിട്ടുള്ളൂ. ഷൂസിനല്ലേ ഓഫീസിൽ പോവാൻ വേണ്ടി? എനിക്ക് ഓർമ്മയുണ്ട്. അവന്റെ അടുത്ത് അതുകൊണ്ട് ഇന്ന് ഷൂസ് പോട്ടെ. നീ ഒന്ന് അടങ്ങാതെ ഒച്ചയിരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അവിടെ പോയപ്പോ ഭയങ്കര ഒച്ചയിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന ചെരുപ്പാണ്. അവരെന്താ ചെയ്യുന്നേ?
എന്നെ കാണും. ഞാൻ പോവാം. തിരേലും ടി വി ഇരുന്ന് കാണാം. നല്ല പാട്ട്. തിരേലും കൂടി ഉറങ്ങാം. നീ എന്റെ എവിടെയെങ്കിലും നേരത്തെ പോയായിരുന്നോ? നീ എവിടെയെങ്കിലും പോയായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ എവിടെയും പോയില്ല. ഞാൻ ഇവിടെ കേട്ടില്ല. ഞാൻ തിരിഞ്ഞു കിടന്നപ്പോ വന്നു. ശരി ആണോ? ഓ ശരി, ഞാനോ മറ്റേ ഒക്കെ മതി. പാവം, ഞാൻ ഈ വാതിൽ എല്ലാവരും തുറന്നു തുറന്ന് എൻ്റെ കൈയും കാലൊക്കെ വേദനിക്കുന്നു. എൻ്റെ കൈയും കാലും ഇവരൊക്കൊന്നും മനസ്സിലാവൂല എൻ്റെ വേദന. ഇനി അവരെ വാതിലായാൽ മാത്രം മനസ്സിലാവുള്ളൂ. കണ്ടോ അവിടെ റിമോട്ട് കിടന്ന് ഉറങ്ങണത്? അവരൊന്ന് സുഖത്തില കിടക്കണം. എനിക്ക് ഒന്നും ഉറങ്ങണം. എൻ്റെ കഷ്ടപ്പാട് എനിക്ക് കാലൊക്കെ വന്നിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. പക്ഷെ ഞാൻ റിമോട്ടാണെങ്കിൽ എത്ര രസമായിരുന്നു. അതിലെ വിഷമിക്കണ്ട. ഞാനും ഇവിടെ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും 4 കാലം നിൽക്കാം. എല്ലാവരുടെ വിചാരവും ഞാൻ 4 കാലമുള്ള കാരണം എനിക്ക് നല്ലോണം നിൽക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി സമയത്ത് തന്നെ വലിച്ച് എനിക്ക് വേദന നിൽക്കുക. അപ്പോൾ എന്നെയോ ഞാനൊരു ടേബിൾ അത്ര വലിയ കാലം ഈ പേറ്റ് മൊത്തം അവർ ചില ദിവസങ്ങളിൽ എല്ലായിടത്തും എൻ്റെ മേലിൽ വെക്കും. എനിക്ക് ഭയങ്കര വേദനയും. ഇപ്പോഴും ഞാൻ ഒടിഞ്ഞു പോകുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വിഷമം. അത് പോട്ടെ, ഞാനൊരു ജഗ്ഗ. എല്ലാ ദിവസവും അവരെന്നെ വെള്ളം കാണിച്ചു വെക്കും. ഞാൻ പാവം. എനിക്ക് ചില സമയത്ത് അവരൊന്നും ചെയ്യില്ല. എന്നിട്ട് എൻ്റെ ഞാൻ നേരം സ്റ്റോർ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കും. ഇപ്പോൾ ചീത്തയായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളവും കളയും. ഇത്ര കഷ്ടപ്പാടാണ് ചെയ്യണം. അപ്പം ഞാൻ എന്നെ നോക്കുന്നില്ലേ? ഞാൻ എല്ലാ ദിവസവും അവരെൻ്റെ തല എടുത്തിട്ട് ഞെക്കി കൊണ്ടിരിക്കും. എനിക്ക് വേണ്ട. അപ്പം നിങ്ങളെന്താ എന്നെ നോക്കുന്നില്ല? എൻ്റെ തല അവിടെ എന്നെ തേച്ചോണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും പ്രശ്നമുണ്ട്. ശരിയാ. അപ്പം ഞാനൊരു ഫാനല്ലേ? എന്നേരം ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. എൻ്റെ ഒരു പാടേ. അപ്പം ഞാനൊരു ടി വി അല്ലേ? എന്നേരവും ഞാനിങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇവിടുത്തെ എല്ലാവർക്കും ടി വി ആണ്. അവർ ഇവിടെ ഇരിക്കണില്ലെങ്കിൽ ഇരുന്ന് കാണും ഏന്നേരം. പാവം ഞാൻ. അപ്പം ഞാൻ ഈ സ്റ്റാൻഡ് എല്ലാം ഏന്നേരം ഇങ്ങനെ പിടിച്ചിരിക്കും. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കും. എൻ്റെ ഒരു കഷ്ടപ്പാടേ. അപ്പം ഞാൻ ഈ വീടോ എനിക്ക് എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾ വെച്ചു. നിങ്ങളുടെ എല്ലാത്തിനും വീട്ടിൽ ഞാനാ ചെയ്യണം. ഓണായിട്ടും ആരും എന്നെ കൊണ്ടുപോകാനില്ലല്ലോ. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു. ഇന്നലെ തന്നെ എല്ലാം വാങ്ങിച്ചില്ലേ? പിന്നെ ഇത്തവണ പൂവ് ഇടണ്ടല്ലോ. ഞാനെല്ലാം മറന്നുപോയി. എന്നെ അവരൊരിക്കലും ഉപയോഗിക്കൂല. ആരും ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടേയില്ല. പാവം ഞാൻ. ശരിയാ. അപ്പം ഞാനും എന്നെ ഇടക്ക് മാത്രവും എടുക്കുള്ളൂ. പാവം ഞാൻ. എന്നെ ഇടക്ക് എടുക്കണമെങ്കിലും ചെയ്യൂല. എന്നെ ഒരിക്കലും എടുക്കൂല ആരും. നേരമാണ് ഇനി ഇവിടുത്തെ ചിന്നക്കുട്ടീൻ്റെ അച്ചാച്ചൻ വന്ന് എൻ്റെ മേത്തിരിക്കാൻ പറ്റണേന്ന് പോലും എനിക്ക് ഓർമ്മ വന്നത്. അതിരിക്കുമ്പോഴേക്കും എൻ്റെ കാലൊക്കെ പോവും. എല്ലാ ദിവസവും എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കും. എൻ്റെ ഒരു പാട്. ഞാൻ നേരത്തെ ഇന്നലെ ആരോ ഇരുന്നതിൻ്റെ ഇതാണ് ഞാൻ ഇങ്ങനെ